എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പവർ ടീം എന്തായാലും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ജാസ്മിനെയാണ് തന്നെയാണ് വിചാരിച്ചത്. കാര്യം ജിൻഡോയെ എന്തായാലും ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ജാസ്മിനല്ലേ പറ്റൂ. ഒന്നീ ജിൻഡോ അല്ലെങ്കിൽ ജാസ്മിൻ, ഇവരെ രണ്ടിനെ പറ്റൂ. ഇപ്പം അടുത്ത ആഴ്ച പവർ ടീമിൽ ജിൻഡോയും നമ്മുടെ അർജുനും ശ്രീതും ഒക്കെ ആയതുകൊണ്ട് മിക്കവാറും ആ ആഴ്ചയിലും നമ്മുടെ ജാസ്മിൻ തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്. ഒന്നീ പവർ ടീം നോമിനേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളെല്ലാം കൂടെ നോമിനേറ്റ് ചെയ്യും. എന്തായാലും ജയിലിൽ കാണും. അപ്പം ഇനിയുള്ള തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ബഹുഭൂരിഭാഗം ജയിലിലേക്ക് പോകാൻ പോകുന്നത് ജാസ്മിൻ ആയിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിനെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. അവിടെ പറയാനാണെങ്കിൽ സായി ഉണ്ടായിരുന്നു, സിജോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നന്ദന ഉണ്ടായിരുന്നു, ശരണ്യ ഉണ്ടായിരുന്നു. പക്ഷേ നന്ദനയും ശരണ്യൊക്കെ ഈ പറഞ്ഞ ക്യാപ്റ്റൻസിലേക്ക് വരികയും നന്ദന ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ശരണ്യയും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യാൻ പറ്റതായത്. അപ്പം ഇവരത് മനഃപൂർവ്വം ചെയ്തതാണ് ഈ പറഞ്ഞ ഈ നന്ദനയും ശരണ്യൊക്കെ പിടിച്ചിട്ടത്. കാര്യം ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഈ നന്ദനയെയും ശരണ്യൊക്കെ ഈ ക്യാപ്റ്റൻസിലേക്ക് എടുത്തു? അതുപോലെ തന്നെ ഋഷി എടുത്തു നമ്മുടെ ജയിലിലേക്ക്. എനിക്കത് ഒരു അൺഫെയർ ആയിട്ട് തോന്നിയില്ല കേട്ടോ. കാര്യം ഋഷി ഈ പറഞ്ഞ പവർ ടീമിൻ്റെ പപ്പറ്റായിരുന്നു. പവർ ടീം പറയുന്നത് എന്താണോ അത് മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നു. സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. സ്വന്തമായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലെങ്കിൽ പവർ ടീമിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലൊക്കെ, ഇത് പവർ ടീം എന്ത് പറയുന്നു അത് മാത്രം ചെയ്യാൻ നിൽക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഋഷി ഈ പറഞ്ഞ ജയിലിലേക്ക് പോയത് ഫെയർ ആയിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു. മാത്രമല്ല പല ആളുകളും പറയുന്നത് കേട്ടു ഇപ്പം ഋഷി പവർ ടീമിൻ്റെ അടിമയെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. അത് പവർ ടീമുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച്, അല്ലെങ്കിൽ പവർ ടീമുകാർക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്, അതുകൊണ്ട് അവരുടെ തീരുമാനം ചോദിച്ചിട്ട് ചെയ്യുകയാണെന്ന്. അങ്ങനല്ല. ക്യാപ്റ്റൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, അതവിടെ ചെയ്യണം. അതവിടെ ചെയ്തിട്ടേ ഇല്ല. എല്ലാ കാര്യങ്ങളും പവർ ടീം പറയും, അതനുസരിക്കും. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ക്യാപ്റ്റൻ്റേതായിട്ടുള്ള പല തീരുമാനങ്ങളും അവിടെ എടുത്തിട്ടില്ല. ഈ ടാസ്കിനിടയ്ക്കാണെങ്കിൽ പോലും എന്തെങ്കിലും കാര്യം വന്ന് ചെന്ന് പവർ ടീം ചോദിക്കും. പവർ ടീമുകാർ ഇങ്ങനെ പറയുമ്പോൾ അതുമെന്ന് പറയും. അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്റ്റൻ വെറുതെ ആയിരുന്നു, ഒരു വേസ്റ്റ് ഒരു ക്യാപ്റ്റനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഋഷി ജയിലിലേക്ക് പോകേണ്ട ഒരാളായിരുന്നു. അതുപോലെ തന്നെ പറയുന്ന കേട്ടു ഋഷിയും അൻസിബയും തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു. ശരിയായിരിക്കാം, ഫ്രണ്ട്ഷിപ്പായിരിക്കാം. പക്ഷേ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതൊരു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഋഷിക്ക് അൻസിബ എന്ത് പറയുന്നു അത് മാത്രമാണ് വേദവാക്യം. സ്വന്തമായിട്ട് ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല. അൻസിബ എന്താണ് അത് തന്നെയാണ് ഋഷിയിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഋഷി ജയിലിലേക്ക് പോയത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജാസ്മിനെക്കാളും അവിടെ ജയിലിൽ പോകാൻ അർഹതയുള്ള മറ്റു പലരും ഉണ്ടായിരുന്നു. ഈ ഒരു ജയിൽ നോമിനേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.